അസ്സലാമു ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. മത്തി വറ്റിച്ചതാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ ഉള്ളിയൊന്നും വയറ്റാണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണത്. വളരെ ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായും ഈ റെസിപ്പിയിൽ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 മത്തിയാണ് എടുത്തുള്ളത്. വലിയ മത്തി ആയതുകൊണ്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കാണിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി വേണം, ഒരു 5-6 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ ഒന്ന് പതുക്കെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരഞ്ഞു പോകാണ്ട് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ വേപ്പിലയും ചെറിയ ഉള്ളിയും. അപ്പോൾ നിങ്ങൾ മത്തി എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ മത്തി ആയതുകൊണ്ട് ഒരു 3-4 എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നല്ല കളർ കിട്ടും, എരിവ് ഉണ്ടാവില്ല. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു നുള്ള് ഉലുവപ്പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂണും കൂടി ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി പതുക്കുന്നത് ഇതേപോലെ നല്ലോണം അരയാണ്ട് കുറച്ചൊന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കില്ല, അതേ രീതിയിൽ നമ്മളിത് ചതച്ചെടുത്തത് മീനിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുടംപുളി, 2 കഷ്ണം കുടംപുളിയാണ്. പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് കുടംപുളി ഇല്ലെന്നുണ്ടെങ്കിൽ കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ പിഴിഞ്ഞ് നല്ല തിക്കിൽ ഗ്രേവി ഒഴിച്ചു കൊടുത്താലും മതി. ഇതുപോലെ മീനിൻ്റെ മുകളിലായിട്ട് നന്നായി പുരട്ടിയെടുക്കുക, വെക്കുക. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി പറ്റിയതിന് ശേഷം ഞാൻ ഇത്തിരി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് വെന്ത് വരുന്നതനുസരിച്ച് ഉള്ളിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ലൂസാക്കി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ അത് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തീരെ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ അടി പിടിക്കും. മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കൊന്ന് മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് വറ്റിയിരിക്കുന്ന രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിച്ച് ലൂസാക്കിയിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അധികം ലൂസാക്കാണ്ട് കുറച്ച് വറ്റിച്ച രീതിയിലാണ്. അപ്പോൾ ഒരു ഇത്തിരി തിക്ക് ഗ്രേവി ആണെങ്കിലും നമുക്ക് ആ ഒരു ഗ്രേവി കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മൂടി വെച്ച് 2 സൈഡും വെന്തതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് വഴറ്റിയെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. മത്തി വേവുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വെന്ത് നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയും ആ ഒരു ഉള്ളിയും ഒക്കെ കൂടി കഴിക്കാൻ ചോറിന് വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പിറ്റത്തെ ദിവസമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് മുന്നായിട്ട് ഒരു മീൻകറി, ഒരു മുളകിട്ട മീൻകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിയൊക്കെ അരച്ച് വഴറ്റിയിട്ടുള്ളൊരു മീൻകറിയാണ്. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തന്നെയാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല നെയ്യുള്ള മത്തിയൊക്കെ ആണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മത്തി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഇതിങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാൻ കൂടുതലും മത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. നല്ല നെയ്യുള്ള മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ചെറിയ മത്തിയാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.